വയൽ തൃശൂരിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കളർ പ്രിന്റ് നൽകി വീണ്ടും തട്ടിപ്പ്. പ്രതി കുന്നംകുളം ഇയാൽ സ്വദേശി സജീഷിനെ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപമുള്ള ലോട്ടറി കടയിലാണ് സജീഷ് തട്ടിപ്പ് നടത്തിയത്. വ്യാജമായി നിർമ്മിച്ച ലോട്ടറി QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിന് ഇരയായ ലിജിയിൽ നിന്നും 5000 രൂപ വാങ്ങി രക്ഷപ്പെട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മാറ്റി തരാമെന്ന് പറഞ്ഞു. മേടിച്ചു നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് 5000 കാണിക്കുന്നുണ്ട്. മൊബൈലിൽ സ്കാൻ ചെയ്തു, കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തു, രണ്ടിൽ സ്കാൻ ചെയ്തപ്പോഴും കറക്റ്റായിട്ട് 5000 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി. ഹെൽമെറ്റ് മാസ്ക് വെച്ചാൽ ചെറിയൊരു സംശയം തോന്നിയത് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ടിക്കറ്റ് മാറ്റി തരാനുള്ള ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഒരു 10-15 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ ഒരു ടിക്കറ്റ് മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടിക്കറ്റ് മാറ്റി കൊടുത്തു, പൈസ കൊടുത്തു, ടിക്കറ്റ് എടുത്തിട്ട് പോയി. അത് ട്രഷറിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത് കറക്റ്റ് ഫോട്ടോസ്റ്റാറ്റായിരുന്നു, അതായത് കളർ ഫോട്ടോസ്റ്റാറ്റായിരുന്നു എന്നവർ പറഞ്ഞു. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിലും മൊബൈലിൽ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു 5000 കാണിച്ചുകൊണ്ട് നമ്മൾ പ്രൈസ് ടിക്കറ്റ് മാറ്റി കൊടുത്തു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഇത് ലോട്ടറി തന്നെ വലിയ ഒരു സംരംഭമായി സംസ്ഥാന സർക്കാർ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തവണത്തെ ഓണം ബമ്പറാകട്ടെ നറുക്കെടുപ്പ് നീട്ടിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവത്തിലാണ് ഈ തട്ടിപ്പ് കൂടി വരുന്നത്. വലിയൊരു ആശങ്ക ആ തരത്തിൽ ഉണ്ട്. അതോടൊപ്പം ഈ പ്രതിയിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത്? രുചീഷ്, സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ. അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ വ്യാപകമായി തൃശ്ശൂർ ജില്ലയിൽ എമ്പാടും ഇത്തരത്തിൽ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാട്ടൂരിൽ ഇത്തരത്തിൽ തേജസ് എന്ന് പറയുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 15000 രൂപ തട്ടിയെടുത്ത വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം 28-ാം തീയതി തൃശ്ശൂർ വടക്കാഞ്ചേരിയിലും സമാനമായ തട്ടിപ്പ് നടക്കുന്നത്. ലോട്ടറി കടയിൽ എത്തുന്ന ആള് മുഖം മറച്ച് CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഹെൽമറ്റുമൊക്കെ ധരിച്ചാണ് ഇത്തരത്തിലുള്ള ആളുകൾ, സംഘങ്ങൾ എത്തുന്നത്. അവർ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള ലോട്ടറി സമ്മാനാർഹമായ ടിക്കറ്റാണെന്ന് കടക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ വ്യാപാരിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതിനുശേഷം പല ആളുകളും പൂർണ്ണമായും 4-5 ടിക്കറ്റുകളും ഒക്കെ ആയിട്ടാണ് എത്തുന്നത്. ഇവർ പൂർണ്ണമായും കടക്കാർ ഈ മുഴുവൻ ടിക്കറ്റുകളും മാറി നൽകാൻ തയ്യാറായില്ലെങ്കിൽ പോലും പകരം ടിക്കറ്റുകൾ എടുക്കുന്നതോടുകൂടി 1-2 ടിക്കറ്റുകളൊക്കെ മാറി നൽകാറുണ്ട്. ഇത്തരത്തിലാണ് ഈ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കൈവശമുള്ള വ്യാജ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചുവെന്ന് കടക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പണം വാങ്ങുന്നത്. 15000-ഉം 5000 രൂപ വയ്ക്കുകയാണ് വാങ്ങുന്നതെങ്കിലും സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 4ാം സമ്മാനവും 3ാം സമ്മാനവും അങ്ങനെ ചെറിയ തുകകൾ, താരതമ്യേന വലിയ ചെറിയ തുകകൾ കാട്ടിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് എളുപ്പത്തിൽ ഇവർക്ക് നടത്താൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നംകുളം ഇയാൽ സ്വദേശിയായ സജീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാളാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമായി. അതോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായി നടക്കുന്ന ഈ തട്ടിപ്പിന് പിന്നിൽ സജീഷ് അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള സംശയം പോലീസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു വിദഗ്ധ സംഘത്തെ ഇത്തരത്തിൽ QR കോഡുകളൊക്കെ ഉപയോഗിച്ച് സാങ്കേതികപരമായി വലിയ അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിജ്ഞാനമുള്ള ആളുകൾക്കായിരിക്കും ഈ തട്ടിപ്പ് നടത്താൻ സാധിക്കുക എന്നുള്ള അനുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടീമിനെ, ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിശീലിച്ചിട്ടുള്ള പോലീസ് സംഘാംഗങ്ങളെ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനായും പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനുമായി നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപാണ് അറസ്റ്റ് സജീഷിന്റെ രേഖപ്പെടുത്തിയത്. ഇയാൾക്ക് പിന്നിൽ മറ്റാളുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രാഥമികമായി നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ആളാണ് സജീഷ് എന്നുള്ളതാണ്. നിരവധി സ്ഥലങ്ങളിൽ വടക്കാഞ്ചേരിയിൽ തന്നെയുള്ള കുറാഞ്ചേരിയിൽ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലെത്തി ഇത്തരത്തിൽ ക്രമക്കേട് നടത്താൻ, തട്ടിപ്പ് നടത്താൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ, അതായത് സ്ഥിരമായി ലോട്ടറി കൈകാര്യം ചെയ്യുന്ന ലോട്ടറി വ്യാപാരികളെ പോലും കബളിപ്പിക്കുന്ന തരത്തിൽ കൃത്യമായ ഒറിജിനാലിറ്റിയെ വെല്ലുന്ന
ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള വ്യാജ ടിക്കറ്റുകൾ നിർമ്മിക്കാനും അത് കൃത്യമായി ഉപയോഗിക്കാനും എങ്ങനെ കഴിയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പോലും അല്പം അത്ഭുതവും സംശയവും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സജീഷിനെ കൃത്യമായി ടെക്നിക്കൽ ടീമിൻ്റെ കൂടി പിന്തുണയോടുകൂടി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. അതിനുശേഷം തുടർ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള അയാൺ എന്ന ഒരു വ്യാപാര സ്ഥാപനത്തിലെത്തിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കടക്കാരുടെ പരാതിയെ തുടർന്ന് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. രുജീഷ്.